ഗോവിന്ദ മാഷ് ഇന്നലെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. 4 മണിക്ക് പത്രസമ്മേളനം വെച്ചു. ആ പത്രസമ്മേളനം മാറ്റിവെക്കണം എന്ന് ഞങ്ങൾ പരസ്പരം ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്ന് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങളുടെ അടുത്ത് ചെലവാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം ആ ഘട്ടം എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു വാക്കിന്റെ ഒരു നിലപാടെടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അതിന്റെ മേലെ വേറെ വ്യാഖ്യാനം നടത്തുന്നത് ശരിയാണോ? നിങ്ങൾ പറയുന്നത് അതിന്റെ ഇത്രേ പ്രശ്നമുള്ളൂ. നിങ്ങൾ തന്നെ ആരോപിക്കുന്നില്ലേ? ആരും ഏകാധിപത്യമാണ് CPM-നകത്ത് എന്നൊക്കെ നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിർഭയമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു പോയാൽ എന്താ തെറ്റ്? അതിന്റെ അർത്ഥം ഇതുവരെ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഭയത്തോടു കൂടിയാണെന്നാണോ? അങ്ങനെയല്ല, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറയുന്നത് അങ്ങനെ ദേവീത് അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഇതുവരെ അഭിപ്രായങ്ങൾ പറയേണ്ടവരെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നത്തിലും നിർഭയമായ അഭിപ്രായം, അതൊരു ഒരു പ്രയോഗമാണത്. അങ്ങനെ നിങ്ങൾ എന്താ എടുക്കാത്തത്? അപ്പൊ അത് CPM-നെ ഒന്ന് അടിക്കാൻ ഈ വാക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അതല്ലേ? അങ്ങനെയല്ലേ അത് ആലോചിക്കുന്നത്? എന്തിനങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ പറയുന്നത് തുറന്നു പറയാന്നുള്ളത് തന്നെയാണ്. തുറന്നു പറയാന്നുള്ളതാണ്. ചിലർ നിങ്ങൾ തന്നെ വിശദീകരിക്കുന്നില്ലേ? ഭയപ്പെടുത്തിയിട്ട് ആളുകൾ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. അത്തരമൊരു സാഹചര്യത്തിലാണ് മാഷ് ആധികാരികമായി തന്നെയാണ് മാഷ് പറയുന്നത്. മാഷ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഈ പാർട്ടിയെ കറക്റ്റ് ചെയ്ത് നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. ബാക്കി അതിനുശേഷമാണ് ഞങ്ങളെല്ലാം പങ്കുവരുന്നത്. പാർട്ടി സെക്രട്ടറിക്ക് തന്നെയാണ് പ്രധാന ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ചർച്ച ഫലപ്രദമായി നടക്കണം, എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണം, തുറന്ന അഭിപ്രായങ്ങൾ പറയണം എന്നൊരു നിലപാട് ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ചിലപ്പം ഞങ്ങൾ നേരത്തെ സഖാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ചിലർ അഭിപ്രായം പറയുന്നുണ്ടാകില്ല, വിമർശിക്കുന്നുണ്ടാവില്ല. വിമർശനമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. വിമർശനവും സ്വയം വിമർശനവും പാർട്ടിക്കകത്ത് നടക്കണം. അതാണ് മാർക്സിസം. അത് ആ വിമർശനത്തിന്റെയും സ്വയം വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രവർത്തന പരിപാടികളും പരിശോധിക്കണമെന്നുള്ളതാണ്. ആ കുറവ് പാർട്ടിക്കകത്ത് വന്നിട്ടുണ്ടോ അത് ഞങ്ങൾ പരിശോധിക്കുന്നല്ലേ പറയുന്നത്. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. മതി. നിങ്ങൾ എത്ര ചോദിക്കുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടോ ചോദിച്ചിട്ട്? ഞാനീ പറഞ്ഞതൊക്കെ എഴുതും, നിങ്ങൾ ചോദിച്ചോളി. തിരിഞ്ഞുപോയി. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ തളിപ്പറമ്പിൽ പോയി. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. വർഗവഞ്ചകർ എന്നവിടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് തൊഴിലാളി വർഗ താല്പര്യത്തിന് എതിരായ നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ടാണ് വർഗവഞ്ചകർ എന്ന് പറയുന്നത്. അത് അവിടുത്തെ പാർട്ടി എടുത്തൊരു നിലപാടാണ്. അതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. നിങ്ങളെ ചോദ്യത്തിന്റെ ഉദ്ദേശം അവരെ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല എന്നാണ്. ഞങ്ങളെ നിലപാട് അങ്ങനെ വിട്ടുപോകുന്ന ആളുകളെല്ലാം തിരിച്ചു വരണമെന്നാണ്. അത് ഇവർക്കെല്ലാം പെടും. അല്ല, തിരിച്ചു വരാൻ കഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ അയാൾ ചെയ്ത തെറ്റ് അംഗീകരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. തെറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവര് തിരുത്താൻ തയ്യാറാകും. തെറ്റ് അംഗീകരിച്ച് തിരുത്തിയ നിരവധി ആളുകൾ പാർട്ടിയിലുണ്ട്. ഈ തെറ്റ് അങ്ങനത്തെ ഒരു തെറ്റാണെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. അത് അവിടെ പാർട്ടി കമ്മിറ്റിയിൽ ആലോചിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ആലോചിക്കാം, നമുക്ക് സാവകാശം ആലോചിക്കാം. അവരെ നിലപാടാണോ ശരി? അതല്ലാതെ അവരിപ്പോ പറയുന്നുണ്ടല്ലോ, ഗോവിന്ദ മാഷ് പറയുന്നത് ഞാൻ കേട്ട് ഇതില്, അയാളിപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. എല്ലാരും എങ്ങനെയാ പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-നകത്ത് പോകാൻ കഴിയുക? കമ്മ്യൂണിസ്റ്റായി നിന്നയാൾ എങ്ങനെ സാധിക്കും? ഞാൻ കമ്മ്യൂണിസ്റ്റായി നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് പോകാൻ കഴിയില്ല. അപ്പോ അങ്ങനെയൊക്കെയാണ് നില. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. നമുക്ക് നാട്ടിലെ ജനങ്ങളെല്ലാരും ഇവിടെ ഉണ്ടല്ലേ, നമ്മളെല്ലാരും ഉണ്ടല്ലേ ഇവിടെ. നമ്മളിടത്തോളം കാലം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കാം. ശരി.
നിങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഇതൊക്കെ എല്ലാമാണെങ്കിലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഞങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹായത്തിനെല്ലാം നന്ദി.